ശാസ്ത്രബോധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഈ ശാസ്ത്രബോധം എന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ടാകേണ്ട ബോധങ്ങളിൽ ഒന്ന് മാത്രമാണ്. വേറെ എന്തൊക്കെ ബോധങ്ങൾ നമുക്ക് ആലോചിക്കാം, ഒരുപാടെണ്ണം ആലോചിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ബോധം അത് തന്നെ ആദ്യം ഉണ്ടാവണം. ബോധമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഈ ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ബോധം ഉണ്ടാകണം, ശാസ്ത്രബോധം ഉണ്ടാകണം, പൗരബോധം ഉണ്ടാകണം, പരിസ്ഥിതി ബോധം ഉണ്ടാകണം, മൂല്യബോധം ഉണ്ടാകണം, ചരിത്രബോധം ഉണ്ടാകണം. ഇനിയും പറയാം, ഒരുപാട് പറയാം. എനിക്ക് പറയാനുള്ള പ്രത്യേക കാര്യം സാഹിത്യമായിട്ട് ബന്ധപ്പെടുത്തി സൗന്ദര്യബോധം ഉണ്ടാകണം, എസ്തെറ്റിക്സ്. നമ്മൾ ചില കാര്യം കാണുമ്പോൾ അത് അശാസ്ത്രീയം എന്ന് പറയാം. എല്ലായിടത്തും പോയി അശാസ്ത്രീയം എന്ന് പറയാനൊക്കില്ല. കവിത എഴുതുന്നതിനകത്ത് വേണമെങ്കിൽ ശാസ്ത്രജ്ഞർക്ക് അതെടുത്ത് നോക്കിയിട്ട് പറയാം ഇതെല്ലാം അശാസ്ത്രീയമാണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്കിഷ്ടമുള്ള പഴയ പാട്ടുകളിൽ ഒരെണ്ണത്തിൽ ഒരു കാമുകൻ കാമുകിയെടുത്ത് പറയുകയാണ്, എങ്കിലുമെന്നോമലാൾക്കു താമസിക്കാനെൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജുമഹൽ ഞാനൊരുക്കാം എന്ന് കേട്ടാൽ ഞങ്ങളുടെ കാലത്തൊക്കെ എല്ലാവരും ആ പാട്ട് കേട്ട് ആസ്വദിക്കുകയും അതിലെ പ്രണയത്തിൻ്റെ മനോഹാരിതയെപ്പറ്റി ആലോചിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരു ശാസ്ത്രജ്ഞന് വേണമെങ്കിൽ പറയാം, ഏയ് ഇയാൾ എന്ത് മണ്ടനാണ്, തങ്കക്കിനാവ് കൊണ്ട് താജ്മഹൽ പണിയാൻ ഒക്കുവോ? തങ്കക്കിനാവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വീറ്റ് ഡ്രീമാണ്. ഡ്രീം കൊണ്ട് താജ്മഹൽ പണിയാൻ ഒക്കുവോ? അത് മാത്രമല്ല, നിങ്ങളുടെ മനുഷ്യൻ്റെ വയറിനകത്തിരിക്കുന്ന കരളെന്ന് പറഞ്ഞ സാധനത്തിൻ്റെ മുകളിൽ കയറി കൺസ്ട്രക്ഷൻ നടത്താൻ പോവുകയാണ്. അതെങ്ങനെ ചെയ്യാൻ ഒക്കും? അവിടെ കെട്ടിടം പണിയാൻ ഒക്കുവോ? സിമെൻറ്റും കമ്പിയൊക്കെ അവിടെ കൊണ്ടുപോകാൻ ഒക്കുവോ എന്ന് ചോദിച്ചാൽ അയാളെ ശാസ്ത്രബോധമുള്ളവൻ എന്നാണോ വിളിക്കേണ്ടത്, അതേ അരസികൻ എന്നാണോ വിളിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനാണ് അയാളെ അരസികൻ എന്ന് വിളിക്കുക. നമുക്ക് ഭാവനാപൂർണമായിട്ടൊരു ജീവിതവും ഭാവനാപൂർണമായിട്ടൊരു ലോകവുമുണ്ട്. സാഹിത്യം അതി വരുന്നതാണ്, മതവും അതി വരുന്നതാണ്, പ്രണയം അതി വരുന്നതാണ്. അപ്പോൾ ആ ലോകത്ത് അത്തരത്തിലുള്ള ഭാവനയാകാം, അത്തരത്തിലുള്ള സങ്കല്പങ്ങളാകാം. അതിനെ നമ്മൾ ശാസ്ത്രീയമായിട്ട് വ്യാഖ്യാനിക്കാറില്ല. നമ്മൾ ചിലപ്പോൾ ഈ ശാസ്ത്രത്തിനോടുള്ള നമ്മുടെ ആഭിമുഖ്യം പ്രകടമാക്കാൻ നമ്മൾ പല കാര്യം ചെയ്യാറുണ്ട്. ഒരു ചെറിയ ഉദാഹരണമാണ്, നമ്മൾ വിളക്ക് കത്തിക്കുന്നത് അത് ശാസ്ത്രബോധത്തിന് ചേർന്നതല്ല, അതുകൊണ്ട് നമുക്ക് വേറൊരു സംവിധാനമായി കളയാം, LED വെച്ചിട്ടുള്ള വിളക്കാക്കാം എന്ന് പറയും. എനിക്ക് പരാതിയൊന്നുമില്ല, എന്ത് വെച്ച് വേണോ കത്തിച്ചോട്ടെ. പക്ഷേ ഞാൻ ചോദിക്കണേ, ഈ വിളക്കിൽ ശാസ്ത്രമില്ലെന്ന് ആര് പറഞ്ഞു? വിളക്ക് വെങ്കലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക അലോയ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ നമ്മൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ആദ്യ കാലങ്ങളിലെ വലിയൊരു നേട്ടമാണ്. പ്രകൃതി കാണാത്ത ഒരു ലോഹമാണ് വെങ്കലം, അത് ഉണ്ടാക്കിയിരിക്കുകയാണ്. രണ്ടാമത്, ഈ എണ്ണയിൽ തിരിയിട്ടാൽ ആ തിരിയിലൂടെ എണ്ണ കയറി വരുന്നത് കാപ്പിലറി ആക്ഷനാണ്. അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ്. തിരി അവിടെ ചുമ്മാ വെച്ചിരുന്ന എണ്ണ അതിലൂടെ കയറും. തീപ്പെട്ടി എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തമാണ്.